ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് സാരിയിലൊന്ന് സ്കാലപ്പ് ചെയ്തെടുത്താലോ. എനിക്ക് ചെന്നൈയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന വർക്കായിരുന്നു ഇത്. അവരിങ്ങോട്ടേക്ക് കൊറിയറായിട്ട് അയച്ചു തന്നതായിരുന്നു കേട്ടോ. 3 സാരിയാണ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് സ്കാലപ്പിൻ്റെ പാറ്റേൺ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. പാറ്റേൺ വരക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലത്തെ ഈ ഒരു കോണ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ശരിച്ച് വെക്കുക. ഞാൻ ഈ ഒരു വെച്ചതെന്ന് വീഡിയോയിൽ കാണില്ല, ഇതുപോലെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നോർമലായിട്ട് ആ ഒരു കോണ് വരുന്ന ഭാഗത്തൊന്ന് ചരിച്ച് വെക്കുക. പിന്നെ സാധാരണ നോർമലായിട്ട് എങ്ങനെയാണോ വെക്കണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുക്കുക കേട്ടോ. നമ്മൾ വരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു 1/2 ഇഞ്ചെങ്കിൽ നമ്മൾ വിട്ടിരിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനും ആ സ്റ്റിച്ചിലൂടെ നമുക്കത് കട്ട് ചെയ്തെടുക്കാനും പറ്റുള്ളൂ. നമ്മൾ ആ ഒരു എൻഡിൽ കൊണ്ടുപോയിട്ട് വരച്ചെടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ട് വരും കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് ഫുള്ളായിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ. സാരിയിൽ പാറ്റേൺ വരച്ചെടുക്കുമ്പോൾ ഞാൻ ഈ ഒരു 1.5 ഇഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ എടുക്കൽ. ഷോളിലാണെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചിലുമാണ് വരച്ചെടുക്കൽ. സാരി ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 5 മീറ്ററോളം വരുമല്ലോ. അപ്പോൾ എനിക്ക് ഇതാണ് കേട്ടോ ഒന്നും കൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് മുമ്പ് നമ്മൾ 3 സാരിയാണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കി 2 സാരിയിലും കൂടെ ഞാൻ ഈ ഒരു ടൈമിൽ ഫുള്ളായിട്ട് ഒപ്പം വരച്ചെടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാരിയിലും കൂടെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ വരച്ചെടുക്കുന്നത് ഈ ഒരു സാരിയിലാണ്. അതും തന്നെ സെയിം മെത്തേഡ് തന്നെ ആദ്യം ഒന്ന് ചരിച്ച് വെച്ചിട്ട് വരയ്ക്കുക. അതിനുശേഷം നേരെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കൂടെ ഫുള്ളായിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സ്കാലപ്പിൻ്റെ മോൾഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് S4 Art എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് ഞാൻ വരച്ചെടുക്കാൻ പോകുന്നത് ഈ ഒരു സാരിയിലാണ് കേട്ടോ. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലും തന്നെ ഫുള്ളായിട്ട് വരച്ചെടുക്കുക. അതിന് ശേഷം ഇത് കൂടെ വരച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ഞാൻ മെഷീനിൽ എന്തൊക്കെ സെറ്റിങ്സാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കാണിക്കാം. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യുന്ന ത്രെഡ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് സിൽക്കിൻ്റെ ത്രെഡാണ്. ഞാൻ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള 2 സാരിയിലും ഈ ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അവർ പറഞ്ഞ രീതിക്കാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഗോൾഡന് ഇതിലേക്ക് നന്നായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കസ്റ്റമറിനും തന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ കസ്റ്റമറുടെ റിവ്യൂവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വർക്ക് വരുന്ന സാരിയിൽ ഇതിൽ ഞാൻ ഈ ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും നമ്മുടെ കസ്റ്റമർ പറഞ്ഞ രീതിക്ക് തന്നെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. സിംഗറിൻ്റെ ഫാഷൻ മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള മെഷീനാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഒരു മെഷീനിലാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബോബിനിലൊന്ന് ത്രെഡ് ചുറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നത് നോർമൽ ത്രെഡ് ഉണ്ടല്ലോ, ആ ഒരു ത്രെഡാണ് ഞാൻ ബോബിനിൽ ചുറ്റി കൊടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമിലൊക്കെ സിൽക്കിൻ്റെ ത്രെഡ് തന്നെ ആയിരുന്നു ബോബിനിലും ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് ത്രെഡ് പൊട്ടിപ്പോണ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ കട്ട പിടിക്കുക, അങ്ങനെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ സ്കാലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇങ്ങനെ നമ്മൾ ഏതാണോ
മെറ്റീരിയൽ യൂസ് ചെയ്യണത് അതിൻ്റെ ആ ഒരു സെയിം കളറിൽ നോർമൽ ത്രെഡ് ബോബിനിൽ ചുറ്റി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ എനിക്ക് സ്റ്റിച്ച് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു രീതിക്കാണ് ചുറ്റി കൊടുക്കുന്നത്. നിങ്ങൾ സിൽക്കിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബോബിൽ ഈ ഒരു നോർമൽ ത്രെഡ് ചുറ്റി കൊടുക്കാൻ നോക്കുക കേട്ടോ. എന്നാൽ നമുക്ക് നല്ല രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു രീതിയാണ് കേട്ടോ ഫോളോ ചെയ്യണത്. അടുത്തതായിട്ട് ഞാൻ ശ്രദ്ധിക്കൽ എന്താണെന്ന് വെച്ചാൽ ത്രെഡ് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ത്രെഡ് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ സ്കാലപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇത് അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ, ഫ്രീ ആയിട്ട് ഇട്ടാൽ മതി. ടൈറ്റ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ത്രെഡ് ഇങ്ങനെ കുടുങ്ങി പോവുക, അങ്ങനെ പൊട്ടിപ്പോവുന്ന പ്രശ്നമൊക്കെ വരിക. അതിപ്പോൾ ഞാൻ അവിടെ അങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അവിടുന്ന് ഊരിപ്പോരൊന്നും ചെയ്യൂല കേട്ടോ, അതങ്ങനെ അവിടെ നിൽക്കും. എനിക്ക് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയണില്ല. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കണ പോലെ ചെയ്താൽ മതി. ത്രെഡ് അവിടെ ഒരിക്കലും ടൈറ്റ് ചെയ്ത് കൊടുക്കരുത്. ടൈറ്റ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് ത്രെഡ് കുടുങ്ങിയിട്ട് സ്റ്റിച്ച് നല്ല രീതിയിൽ കിട്ടൂല കേട്ടോ. ഇനി ഞാനിതിൽ ചെയ്യുന്ന സെറ്റിങ്സ് ഒന്ന് കാണിക്കാം. ഈ ഒരു സ്റ്റിച്ചിലേക്കാണ് കേട്ടോ, ഈ ഒരു സിഗ്സാഗ് സ്റ്റിച്ച് വരുന്നുണ്ടല്ലോ, ഈ ഒരു സ്റ്റിച്ചിലാണ് ഞാൻ സ്കാലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ, അത് 1ൻ്റെയും 0ൻ്റെയും ഇടയിലായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 0ലാക്കി കൊടുക്കണം കേട്ടോ. സ്റ്റിച്ച് 0ലാക്കിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി എന്ത് ചെയ്യണം, ഇതുപോലെ ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഈ ന്യൂസ് പേപ്പറാണ് സാരിയുടെ താഴ്ഭാഗത്ത് വെച്ചിട്ട്, സാരി ആണെങ്കിലും ഷോളാണെങ്കിലും ഒക്കെ അതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കൽ. അധികം ക്യാൻവാസൊക്കെ കട്ട് ചെയ്തിട്ട് അത് അയൺ ചെയ്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യണ കാണാം. ഞാൻ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കൽ. എനിക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ സ്റ്റിച്ച് കിട്ടലുണ്ട്. അതുപോലെ തന്നെ നമുക്കധികം ചിലവില്ല കേട്ടോ ന്യൂസ് പേപ്പർ ആവുമ്പോൾ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ വരച്ച് വെച്ച പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു പാറ്റേണിലൂടെ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു കോർണർ വരുന്ന ടൈമിൽ എന്ത് ചെയ്യുക, അവിടെയൊക്കെ ഒന്ന് ചെരിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു മുൻപ് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നല്ല വൃത്തിയോട് കൂടി നമുക്ക് സ്കാലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും ബുദ്ധിമുട്ടില്ല കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചെയ്ത ടൈമിലൊക്കെ ഈ ഒരു ത്രെഡ് പൊട്ടിപ്പോണ പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ബോബിലും അതുപോലെ തന്നെ ഈ ഒരു ത്രെഡ് ടൈറ്റ് ചെയ്ത് കൊടുക്കാതെ ഫ്രീ ആയിട്ടിട്ട് ചെയ്ത ടൈമിൽ ഇപ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ എനിക്ക് ഒറ്റ പ്രാവശ്യം പോലും ത്രെഡ് പൊട്ടിപ്പോണ ആ ഒരു പ്രശ്നം വരാറില്ല കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ബാക്കിയുള്ള സാരിയിൽ മൊത്തം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടു നോക്കാം കേട്ടോ. ഞാൻ സ്കാലപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കി. അപ്പോൾ എനിക്ക് വരുന്നൊരു കമൻറ്റാണ്, എത്ര ടൈം പിടിക്കും ഇത് ചെയ്തെടുക്കാനെന്നുള്ളത്. എനിക്ക് കറക്റ്റായിട്ടൊരു ടൈം അറിയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീട്ടിലിരുന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിലാവുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവിടുന്ന് എണീറ്റ് പോരേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്കൊരു കറക്റ്റ് ടൈം നോക്കി വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് 3 സാരി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാനൊരു 3-4 ദിവസത്തിൻ്റെ അടുത്തൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എപ്പോഴൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് മാക്സിമം നമ്മൾ ആ ഒരു പറഞ്ഞ കറക്റ്റ് ടൈമിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മാക്സിമം എനിക്ക് ഫ്രീ ടൈം കിട്ടുന്നതിനനുസരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു സാരിയുടെ ഒരു സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് കിട്ടുക. ഇനി നമുക്കിതൊന്ന് സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, അതുപോലെ തന്നെ അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു ഫിനിഷിങ് മനസ്സിലാവുള്ളൂ. എനിക്ക് ഈ ഒരു വർക്ക് ലാസ്റ്റ് കൊടുക്കേണ്ട ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് അയൺ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് പോയ ടൈമിലാണ് ഞാൻ ഇത് ഒന്ന് ഫുള്ള് കട്ടിങ്ങൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അയൺ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അയൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സാരിയുടെ വിശേഷങ്ങൾ. ഞാനിത് അങ്ങനെ ചെയ്ത ഭാഗങ്ങൾ ഇങ്ങനെ കാണിച്ചിട്ട് പോവുകയാണ്. നമുക്ക് അത്യാവശ്യം ഇനിയും
കുറച്ചും കൂടെ ഈ ഒരു സാരിയിൽ തന്നെ ചെയ്തെടുക്കാണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു റെഡിലേക്ക് ആ ഒരു ഗോൾഡൻ കളറ് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ ഒരു സാരി ഇവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടി വരണം കേട്ടോ. ഇതിൻ്റെ തായ് ഭാഗത്ത് നമ്മൾ കൊടുത്ത ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് പറിച്ചെടുക്കണം. അതധികം പണിയൊന്നുമില്ല, പക്ഷെ നമ്മൾ ഫുള്ള് ഭാഗത്ത് വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ അത് അതിൻ്റെ വേസ്റ്റ് ഒന്നും കുടുങ്ങാതെ ഫുള്ളായിട്ട് അതിന്ന് റിമൂവ് ആക്കണം കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് സ്കാലപ്പിൻ്റെ വർക്ക് കഴിഞ്ഞ് റൂം നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പേപ്പറിൻ്റെ വേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ 5 മീറ്റർ ഒരു സൈഡ് 10, 11, 12 മീറ്ററിൻ്റെ അടുത്ത് എന്തായാലും നമുക്ക് ഈ ഒരു സാരിയിൽ വർക്ക് വരും. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ പേപ്പർ വെച്ച് കൊടുക്കണം. അപ്പോൾ അത് ഫുള്ളായിട്ട് പറിച്ചെടുക്കുമ്പോൾ നല്ലൊരു പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമുക്ക് അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത സാരി സ്റ്റാർട്ട് ചെയ്യാം. അതിലേക്ക് ഞാൻ ബോബിൽ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കളർ ത്രെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ത്രെഡായിട്ട് ഗോൾഡൻ കളർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു സാരിയിൽ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആ ഒരു റെഡ് സാരിയിൽ ചെയ്തെടുത്ത ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഈ ഒരു സാരിയിലും ചെയ്തെടുക്കുന്നത്. നമ്മൾ ആ ഒരു സെയിം കളർ ത്രെഡിലും തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്കും തന്നെ നന്നായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഗോൾഡൻ ത്രെഡ്. നിങ്ങൾക്ക് ഈ ഒരു സ്കാലപ്പിൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോയിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലത്തെ സ്കാലപ്പ് വർക്ക് എന്തെങ്കിലും ഓർഡർ കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടും എൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ. സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. ഞാൻ റീപ്ലൈ തരുന്നതാണ്. നമുക്കറിയണ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കത് ഇഷ്ടമാട്ടോ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കത് ഒരുപാട് ആൾ മെസ്സേജ് അയക്കലുണ്ട്. ഞാൻ കറക്റ്റായിട്ട് റീപ്ലൈ കൊടുക്കലുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഫിനിഷ് ആയിട്ടില്ല. ഞാൻ സ്റ്റിച്ച് കഴിഞ്ഞ ഭാഗം കൂടെ ഒന്നിങ്ങനെ കാണിച്ചിട്ട് പോവുകയാണ് കേട്ടോ. നല്ല കട്ടിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഇത് ചെയ്തതിനെക്കാട്ടിലും ഒന്നും കൂടെ ഒരു വൃത്തിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ ആ ഒരു റെഡിൽ ചെയ്തില്ലേ, അതിലേറെ ഒന്നും കൂടെ ഒരു കട്ടിയായിട്ടും അതുപോലെ തന്നെ ഒന്നും കൂടെ ഫിനിഷായിട്ടൊക്കെ എനിക്ക് ഈ ഒരു സാരിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ എന്തോ ഒന്നും കൂടെ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാരിയിലാണ്. അപ്പോൾ ഇനി ബാക്കി ഭാഗം കൂടെ ചെയ്തെടുക്കാനുണ്ട്. ഞാൻ അതും കൂടെ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ഫുള്ളായിട്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സാരിയിൽ വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കസ്റ്റമർ പറഞ്ഞതാണ് കേട്ടോ ബ്ലാക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ബ്ലാക്ക് കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം സിൽക്കിൻ്റെ ത്രെഡും കൂടെ ആയപ്പോൾ ആ ഒരു ബ്ലാക്കിൻ്റെ ഭംഗി ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അധികം വർക്ക് കിട്ടൽ ഗോൾഡൻ കളറാണ്. ഗോൾഡൻ കളറിലാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കസ്റ്റമർ പറയുന്നതിനനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അധികവും ഗോൾഡൻ കളറാണ് കേട്ടോ ചെയ്ത് കൊടുക്കൽ. ഈ ഒരു ബ്ലാക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരു സിൽക്കിൻ്റെ ത്രെഡായപ്പോഴേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാനിനി ഇതിലും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിതാ ഇവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സാരിയും കൂടെ ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സോൾഡറിങ് അയൺ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ മുമ്പ് ഞാൻ ഈ ഒരു ഇതിൽ വന്ന പേപ്പറും കൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊരു പ്രാവശ്യം പറഞ്ഞതാണ്, ഒന്നും കൂടെ പറയട്ടെ. നിങ്ങൾക്ക് സ്കാലപ്പ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ നമ്പർ ഉണ്ട്, അതിൽ പേഴ്സണൽ മെസ്സേജായിട്ട് അങ്ങനെ ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ. ആ ഒരു സെയിം ഡൗട്ട് മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അതൊരു ഉപകാരമാവുമല്ലോ. ഞാനതിൻ്റെ താഴ്ഭാഗത്ത് വന്നിട്ട് ഞാൻ റീപ്ലൈ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കമൻ്റായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ.
അതിന് മടിയൊന്നും വിചാരിക്കരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ റീപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് സോൾഡറിങ് അയൺ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു കട്ടിയുള്ള ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ സോൾഡറിങ് അയൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കൽ കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു കട്ടിയുള്ള ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. ഡയറക്റ്റ് ടേബിളിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ടേബിളിലേക്കൊക്കെ അതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ടേബിളിലൊക്കെ അങ്ങനെ ഒരു അടയാളം വരും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ സോൾഡറിങ് അയൺ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചൂടായിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് കട്ട് ചെയ്ത് പോരും. അപ്പോൾ നമുക്കൊരു വൃത്തിയില്ലാതെയാണ് കേട്ടോ ആ ഒരു ഭാഗത്ത് കിട്ടുക. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ കട്ടിൽ എന്തെങ്കിലും ഷീറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കയ്യിൽ തട്ടണ നന്നായിട്ട് നോക്കണം. അതുപോലെ തന്നെ ആ ഒരു ത്രെഡിൽ തട്ടണതും നന്നായിട്ട് നോക്കണം കേട്ടോ. ആ ത്രെഡിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ വെല്ലം ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് കട്ട് ചെയ്തിട്ട് പോരും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി നിർത്തുക കേട്ടോ. ഇത് നന്നായിട്ട് ചൂടായാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഞാൻ ഈ ഒരു സോൾഡറിങ് അയൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റയിലുള്ളൊരു പേജായിട്ടുള്ള S4 Art എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേജിൽ നിന്ന് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ സ്കാലപ്പിൻ്റെ മോൾഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സെയിം പേജിൽ നിന്ന് തന്നെ ആയിരുന്നു കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ ഒരുപാട് വർഷമായി, ഒരു 2-3 വർഷത്തിൻ്റെ അടുത്തായി ഞാനത് യൂസ് ചെയ്യണു. ഇപ്പോൾ അത്യാവശ്യമൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ തന്നെ എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുക. നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടില്ലേ, നമ്മുടെ ആ ഒരു സ്റ്റിച്ചൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റ് പീസ് ഒന്നും നമ്മുടെ ഇതിൽ കാണുന്നില്ല. നമുക്ക് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു സ്കാലപ്പ് വർക്ക് കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റിച്ചാട്ടോ ഇത്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഓർഡർ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്കാലപ്പ് വർക്കിന്. ഞാൻ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്ത ടൈമിൽ എനിക്ക് തീരെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ചെയ്ത് പഠിച്ചെടുത്തതാണ്. നമ്മുടെ കയ്യിൽ ആ ഒരു ടൈപ്പ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടൈമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് നോക്കി നമുക്ക് പെട്ടെന്ന് തന്നെ പഠിഞ്ഞു കിട്ടും കേട്ടോ. പഠിഞ്ഞു കിട്ടിയാൽ നമുക്ക് സിമ്പിളായിട്ട് നല്ല വൃത്തിയോട് കൂടി ചെയ്യാനും കഴിയും. എനിക്കും തന്നെ ഫസ്റ്റ് ടൈം നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്കാലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ ചെയ്ത് നോക്കി, അതൊട്ടും തന്നെ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അത് മാറ്റി വെച്ചിട്ട് ഞാൻ ആ ഒരു ഷോളിൽ ലേസ് പിടിപ്പിക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും മെറ്റീരിയൽ വാങ്ങി അതിൽ ചെയ്ത് നോക്കി. അതിൽ ഫസ്റ്റൊക്കെ ചെയ്യുമ്പോഴൊന്നും എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും ചെയ്ത് നോക്കി പഠിച്ചതന്നെ കേട്ടോ. ഞാനതുപോലെ തന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ കേട്ടോ ഞാൻ ഈ ഒരു സ്കാലപ്പ് പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്കാലപ്പ് ഇറങ്ങിയ ആ ഒരു ടൈമിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫുള്ളായിട്ട് റീൽസിലൊക്കെ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കാലപ്പിൻ്റെ ഷോള് യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെയ്തെടുക്കാൻ നല്ലൊരു ആഗ്രഹത്തോടു കൂടി തന്നെ ഞാൻ ഇഷ്ടത്തോടു കൂടി പഠിച്ചെടുത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ സെറ്റിങ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാം, പെട്ടെന്ന് തന്നെ പഠിഞ്ഞു കിട്ടും കേട്ടോ. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഒരു 3 സാരി ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്ക് ഓർഡറായിട്ട് തരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഷോർട്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജായിട്ടും ചോദിക്കുക. അതുപോലെ തന്നെ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ടും ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.